മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. കുമ്പളങ്ങി ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രോത്സവത്തിന് ചൊവ്വാഴ്ച കൊടിയേറും. കുമ്പളങ്ങി ഇല്ലിക്കൽ ദേവസ്വയോഗം ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ ഉത്സവത്തിന് ചൊവ്വാഴ്ച കൊടിയേറും. ഉച്ചയ്ക്ക് 12:30 കൊടിയേറ്റ് സദ്യ നടക്കും. വൈകിട്ട് 7 മണിക്കും 8 മണിക്കും മധ്യേ കൊടിയേറും. തുടർന്ന് തിരുവാതിര, ഭരതനാട്യം എന്നിവ നടക്കും. 25-ാം തീയതി വൈകിട്ട് 7 മണിക്ക് കൈകൊട്ടിക്കളി, 8 മണിക്ക് ഭജൻസ്, 26-ാം തീയതി അഴകന്തര കുമരകം പ്രദേശങ്ങളിൽ പറയെടുപ്പ്, വൈകിട്ട് 8 മണിക്ക് കലാസന്ധ്യ, 27-ാം തീയതി നാടാശ്ശേരി പ്രദേശത്ത് പറയെടുപ്പ്, രാവിലെ 8 മണിക്ക് ഭഗവത്ഗീത, വൈകിട്ട് 7 മണിക്ക് ഭജൻസ്, 9 മണിക്ക് വിളക്കെഴുന്നള്ളിപ്പ്, 28-ാം തീയതി പൂയ മഹോത്സവ ദിനത്തിൽ അഴിക്കക പ്രദേശത്ത് പറയെടുപ്പ്, രാവിലെ 8 മണിക്ക് ഭഗവത്ഗീത പാരായണം, 9:30 അഭിഷേക കാവടി, വൈകിട്ട് 7 മണിക്ക് ഗാനസന്ധ്യ, 29-ാം തീയതി കാട്ടുമൽ പ്രദേശത്ത് പറയെടുപ്പ്, വൈകിട്ട് 7 മണിക്ക് ബാലയ അനശ്വര മന്ത്രം, 30-ാം തീയതി വടക്കും ഭാഗത്ത് പറയെടുപ്പ്, രാവിലെ 8 മണിക്ക് ഹരിനാമ കീർത്തനം, 10:30 കളഭാഭിഷേകം, വൈകിട്ട് 7 മണിക്ക് SNDP കുമ്പളങ്ങി സൗത്ത് ശാഖയുടെ കലാപരിപാടികൾ അരങ്ങേറും. 31-ാം തീയതി ഉത്സവ ബലി ദിനത്തിൽ ഉച്ചയ്ക്ക് 12:30 ഉത്സവ ബലി സദ്യ, 5:30 കാഴ്ച ശ്രീബലി, 9 മണിക്ക് തിരുവാതിര, കോലുകളി, കൈകൊട്ടിക്കളി. ഏപ്രിൽ 1-ാം തീയതി പള്ളിവെട്ട മഹോത്സവ ദിനത്തിൽ രാവിലെ 9 മണിക്ക് കാഴ്ച ശ്രീബലി, മേജർ സെറ്റ് പഞ്ചാരിമേളം, തുടർന്ന് ആനയൂട്ട് കൊച്ചി ദേവസ്വം ബോർഡ് മെമ്പർ KK സുരേഷ് ബാബു നിർവഹിക്കും. 12 മണി മുതൽ പ്രസാദ ഊട്ട്, വൈകിട്ട് 4 മണിക്ക് കാവടി ഘോഷയാത്ര, 5 മണിക്ക് ഫ്യൂഷൻ തിരുവാതിര കളി, കൈകൊട്ടിക്കളി, രാത്രി 11 മണിക്ക് പള്ളിവേട്ടയ്ക്ക് പുറപ്പാട്. ഏപ്രിൽ 2 ആറാട്ട് മഹോത്സവ ദിനത്തിൽ ഉച്ചയ്ക്ക് 12:30 ആറാട്ട് സദ്യ, വൈകിട്ട് 4 മണിക്ക് ആറാട്ട് പുറപ്പാട് എന്നിവ നടത്തപ്പെടും. കുമ്പളങ്ങി ഇല്ലിക്കൽ ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിലെ 118ാമത് പ്രതിഷ്ഠാ വാർഷികം അടുത്ത മാർച്ച് 24-ാം തീയതി കൊടിയേറ്റോടുകൂടി സമാരംഭിക്കുകയാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്രപ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ്. 18ാം നൂറ്റാണ്ട് മുതൽ നിലനിൽക്കുന്ന ഒരു ക്ഷേത്രമാണ്. ചരിത്രകാരനായ ശ്രീ VVK വാലത്തിൻ്റെ കേരള സ്ഥലചരിത്രം എറണാകുളം ജില്ല എന്ന പുസ്തകത്തിൽ കുമ്പളങ്ങിയെപ്പറ്റിയും ഈ ക്ഷേത്രത്തെപ്പറ്റിയും വളരെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. കാലങ്ങളായി ഈ ക്ഷേത്രം നമ്പൂതിരിമാരുടെ അധീനതയിലായിരുന്നു. നമ്പൂതിരിമാർ ഇവിടെ ക്ഷേത്രാചാരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ ബ്രാഹ്മണർ തന്നെയായ കണ്ണമാലിയിലെ കമ്മത്തുമാരെ ഈ ക്ഷേത്രം ഭരണമേൽപ്പിക്കുകയും അവർ അന്നുവരെ പ്രതിഷ്ഠാ വിഗ്രഹമായ ലക്ഷ്മീനാരായണ വിഗ്രഹമായി അവർ പോവുകയുമായിരുന്നു. പോകുന്നതിന് മുമ്പ് തന്നെ ഭഗവതിയുടെ വിഗ്രഹമാണ് അവരിവിടെ പ്രതിഷ്ഠിച്ചു. അതിനുശേഷം കമ്മത്തുമാർ വളരെയധികം നാളിവിടെ ക്ഷേത്രാചാരം, ക്ഷേത്രഭരണം നടത്തി. അവർക്ക് കണ്ണമാലിയിൽ നിന്നും തുടർച്ചയായി ഇവിടെ വന്ന് അത് നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ കുമ്പളങ്ങിയിലെ പ്രബലരായ ഈഴവ സമുദായത്തെ ഏൽപ്പിച്ചിട്ട് അവർ ഇവിടെ നിന്ന് പോവുകയായിരുന്നു. അപ്പോൾ ഈഴവ സമുദായത്തിൻ്റെ ആചാരങ്ങൾക്ക് പല പല മാറ്റങ്ങൾ വന്നു. അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ ആത്മീയ പ്രവർത്തനത്തെ പറ്റിയുള്ള പ്രവർത്തനങ്ങൾ ഗുരുദേവനെ പറ്റി വളരെ വിശദമായിട്ട് എല്ലാവരും മനസ്സിലാക്കുകയും അങ്ങനെ ഇവിടുത്തെ പ്രമാണിമാർ എല്ലാവരും കൂടി ഗുരുദേവനെ സമീപിച്ച് ഇവിടെ പുതിയ ഒരു വിഗ്രഹ പ്രതിഷ്ഠ നടത്തണമെന്ന് അദ്ദേഹത്തോട് ഗുരുദേവനോട് അഭ്യർത്ഥിക്കുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അത് സമ്മതിക്കുകയും ക്ഷേത്ര പുനർനിർമ്മാണവുമായിട്ട് ഈഴവർ എല്ലാവരും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. അങ്ങനെ AD 1907 കൊല്ലവർഷം 1823-1823 ശ്രീനാരായണ ഗുരുദേവൻ്റെ തൃക്കടങ്ങളാൽ ഇവിടെ അർദ്ധനാരീശ്വര പ്രതിഷ്ഠ നിർവഹിക്കപ്പെട്ടു. അതിൻ്റെ ഗുരുദേവ പ്രതിഷ്ഠാ ദിനം മുതൽ ഇവിടെ എല്ലാ ദിവസവും അന്നദാനം ഉണ്ടാവും. ഓരോ ഭക്തരാണ് അതിൻ്റെ വഴിപാടുകൾ നടത്തുന്നത്. പ്രധാനമായിട്ടും കൊടിയേറ്റ് ഉത്സവത്തിൻ്റെ അന്ന് കൊടിയേറ്റ് അന്നദാനം നടത്തുന്നത് ശ്രീ ജോഷി വലിയ പറമ്പിലാണ്. അതിനുശേഷം ചെറിയ വിളക്ക്, വലിയ വിളക്ക്, ആറാട്ട് മഹോത്സവം, അങ്ങനെ പ്രധാനമായിട്ട് 4 അന്നദാനം. ഈ 4 അന്നദാനത്തിന് ഇപ്രാവശ്യം നമുക്ക് 5 പേര് നടത്താനായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അത്രയും ഭക്തജനങ്ങൾ മുന്നോട്ട് വരികയാണ് ഓരോ അന്നദാനം നടത്തുന്നത്. അതുകൂടാതെ എല്ലാ ദിവസവും അന്നദാനം, 500 രൂപയുടെ ഒരു അന്നദാനം എല്ലാ ദിവസവും ഇവിടെ ഉണ്ടാവും. വരുന്ന എല്ലാ ക്ഷേത്രത്തിൽ വരുന്ന എല്ലാവർക്കും അന്നദാനം നടത്തിയിട്ട് ഞങ്ങൾ എടുക്കുകയുള്ളൂ. അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഭക്തജനങ്ങൾ മുന്നിട്ട് നിന്നാണ് അതിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഇതിന് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അടുപ്പിക്കുന്നത്. അതിനെ ഒരിക്കൽ കൂടി എല്ലാ ഭക്തജനങ്ങൾക്കും ഇല്ലിക്കൽ ദേവസ്വത്തിൻ്റെ പേരിൽ നന്ദി അർപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. വാർഷിക
പ്രതിഷ്ഠാവാർഷികമായിട്ടാണ് ഇപ്രാവശ്യം ഉത്സവം അതിഗംഭീരമായിട്ടാണ് ആഘോഷിക്കുന്നത്. അതിന് മുന്നോടിയായി തന്നെ നമുക്ക് പുതിയതായിട്ട് ഇവിടെ ഗുരുദേവൻ്റെ വിഗ്രഹപ്രതിഷ്ഠ നടന്നു. അതിൻ്റെ 1ാമത്തെ വാർഷികം വരികയാണ്. അത് അതായത് നാളെയാണ്, മാർച്ച് 23 തിങ്കളാഴ്ച വിപുലമായ ചടങ്ങുകളോടുകൂടി, ഭക്തിനിർഭരമായ ചടങ്ങുകളോടുകൂടി അതും നമ്മൾ ആചരിക്കുകയാണ്. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ ഭക്തിനിർഭരമായ ഒരു അന്തരീക്ഷമാണ് അടുത്ത 11 ദിവസം ഈ ക്ഷേത്രാങ്കണത്തിൽ നടക്കാൻ പോകുന്നത്. ഇതെല്ലാം എല്ലാവരും വന്ന് പങ്കെടുക്കണം. ഇവിടുത്തെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ രാകേഷ് തന്ത്രി അവർക്കാണ് വിശ്വപ്രസിദ്ധമായ ശിവഗിരി മഠത്തിലെ ശ്രീനാരായണ ഗുരുദേവ പ്രതിഷ്ഠ നടത്തിയ യശസ്വരീനായ ബ്രഹ്മശ്രീ ശ്രീധരൻ തന്ത്രിയുടെ മകനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മുഖ്യ കാർമ്മികത്തിലാണ് കൊടിയേറ്റ് കർമ്മം നടക്കുന്നത്. ചൊവ്വാഴ്ച വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം 7-നും 8-നും ഇടയ്ക്കായിരിക്കും കൊടിയേറ്റ് കർമ്മങ്ങൾ നടക്കുന്നത്. അതിലും ഉത്സവത്തിലും എല്ലാ ഭക്തജനങ്ങളും വന്ന് പങ്കെടുത്ത് ഈ 11 ദിവസവും ധന്യമുഹൂർത്തമാക്കി തരണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം. നമ്മുടെ ഈ വർഷത്തെ കൊടിയേറ്റ് 24-ാം തീയതി വൈകിട്ട് 7-നും 8-നും മധ്യയാണ് തന്ത്രി രാകേഷ് തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ്. തുടർന്ന് പള്ളിവേട്ട മഹോത്സവം ഏപ്രിൽ 1-ാം തീയതി വൈകിട്ട് 4 മണിയോടെ തെക്കുന്നും വടക്കുന്നും വിശേഷാൽ കാവടി ഘോഷയാത്ര വന്നുകയറി പകൽപ്പൂരം, വിശേഷാൽ വെടിക്കെട്ട്, ദീപാരാധനയോടുകൂടി പള്ളിവേട്ട മഹോത്സവത്തിനും പിറ്റേ ദിവസം ആറാട്ട് ശ്രീ കണ്ടത്തി ഭുവനേശ്വരി ഭദ്രകാളി ക്ഷേത്രത്തിലാണ്. അന്ന് ആറാട്ട് പൂരത്തോടുകൂടി ദേവിക്ക് വടക്ക് പുറത്ത് ഗുരുതി നടത്തി ക്ഷേത്ര ചടങ്ങ് സമർപ്പിക്കും. ന്യൂസ് ബ്യൂറോ, കുമ്പളങ്ങി.